ഈ ആരിന് വല്ല ഞരമ്പ് രോഗമുണ്ടോ? അല്ല, ഇവന് വല്ല കൃമികടി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ജിസേലിന്റെ അടുത്ത് കാണിച്ചാൽ പോരെ. ഇതെങ്ങനെ ഈ അനിമോളുടെ മെക്കെട്ട് കയറുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്ത കാര്യം. ഇവൻ ആദ്യമേ തന്നെ ചൊറിഞ്ഞുകൊണ്ട് നടക്കുന്ന ശീലം ഉണ്ടായിരുന്നു അനിമോളുടെ അടുത്ത്. അനിമോളെ തൊട്ട് മാന്തി പിടിച്ച്, അല്ലാന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് തട്ടി ഇവിടെ നിന്ന് തട്ടി കാലോട്ടൊന്ന് അടിച്ച് ഇപ്പൊ ദേ മെക്കെട്ട് വീഴാനുള്ള ശ്രമം. അതും വെറുതെ വീണതല്ല, ഒരാളെ കൊണ്ട് അനിമോൾ അവിടെ നിൽക്കുന്ന സമയത്ത് അനിമോളുടെ ദേഹത്തേക്ക് എന്നെ വീഴുന്ന രീതിയിൽ ഉന്തുമോ എന്ന് ചോദിച്ചുകൊണ്ട് അവിടെ അനിമോളുടെ ദേഹത്തേക്ക് കെട്ടിമറിഞ്ഞ് വീഴാനുള്ള ശ്രമം. അപ്പൊ ഇതിനെ ഇവിടെ പറയേണ്ടത് ഞരമ്പ് രോഗം എന്ന് തന്നെയല്ലേ? എനിക്ക് അങ്ങനെ പറയാനൊരു തോന്നുന്നുള്ളൂ. ഇവന് കൃത്യമായിട്ടുള്ള എന്തോ ഞരമ്പ് രോഗമുണ്ട്. അത് ജിസേലിന്റെ അടുത്ത് കാണിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് അനിമോളിന്റെ അടുത്ത് കൊണ്ടുവരുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ നമുക്ക് കാര്യങ്ങൾ വിശദമായിട്ട് പറയാം. അപ്പൊ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു ക്യാരറ്റ് കൊണ്ട് കണ്ടന്റ് ഉണ്ടാക്കാൻ കഴിയുന്ന വ്യക്തി എങ്ങനെയുണ്ട്? കൊള്ളായിരുന്നോ? ഇന്നത്തെ ലൈവില് എങ്ങനെയുണ്ടായിരുന്നു? ക്യാരറ്റ് കൊണ്ടാണ് അവിടെ അനുമോള് കണ്ടന്റ് ഉണ്ടാക്കിയത്. ഒരു ക്യാരറ്റ് എടുത്തുകൊണ്ട് വന്ന് അവിടെ ഇരുന്ന് കഴിച്ചു. ഞാൻ മനസ്സിലാക്കുന്നത് അത് അനുമോള് കണ്ടന്റിന് വേണ്ടി തന്നെ ചെയ്തതാണ്. അവിടെ അടി ഉണ്ടാക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്തത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നിയൊരു കാര്യം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ അവിടെ എടുത്ത് കഴിക്കാൻ പാടില്ല എന്നറിയാവുന്ന അനു എല്ലാവരുടെ മുന്നിലും ലിവിംഗ് റൂമിൽ വന്നിരുന്ന ആ ക്യാരറ്റ് എടുത്ത് കഴിക്കണമെന്നുണ്ടെങ്കിൽ അത് മനഃപൂർവ്വം ചെയ്തതല്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ജിസേൽ അവിടെ എന്തെടുത്ത് കഴിച്ചാലും, ജിസേൽ എന്തെടുത്ത് ഒളിപ്പിച്ച് വെച്ചാലും അവിടെ ചോദിക്കാനും പറയാനും ആരുമില്ല. അനിമോളാണ് എന്തെങ്കിലും ചെയ്യുന്നതെങ്കിൽ ചോദിക്കാനും പറയാൻ അവിടെ ആൾക്കാരുടെ എണ്ണം കൂടും. അനിമോളെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു, അനിമോളുടെ അടുത്ത് വഴക്കിടുന്നു. അപ്പൊ അതുപോലെ തന്നെ മനഃപൂർവ്വം അനിമോൾ അത് കണ്ടന്റ് ഉണ്ടാക്കാൻ ചെയ്തതാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അനിമോൾ അത് എടുത്ത് കൊണ്ടുവന്ന് കഴിക്കുന്നു, എല്ലാവരും ചോദ്യം ചെയ്യുന്നു. ചോദ്യം ചെയ്യുന്ന സമയത്ത് അനിമോൾ അവിടെ ഒരു ചിരി കൊണ്ട് മറ്റുള്ളവരെ ട്രിഗർ ചെയ്യാൻ കഴിയാന്ന് പറയുന്ന ഒരു വലിയ കാര്യമല്ലേ? അത് അനുമോളുടെ കഴിവ് തന്നെയാണെന്നേ ഞാൻ പറയുള്ളൂ. ഒരു ചിരി കൊണ്ട് അവിടെ അക്ബറിനെ ട്രിഗർ ചെയ്ത് അക്ബർ പിന്നെ അവിടെ ഞങ്ങളുടെ ഒരു പൊട്ടിത്തെറി. പക്ഷെ പൊട്ടിത്തെറിച്ച അക്ബർ പിന്നെ എന്തായി പോയി ചോദിച്ചു കഴിഞ്ഞാൽ ഷൂ എന്നിട്ട് ഊതിക്കളയേണ്ട അവസ്ഥയായിരുന്നു. എനിക്ക് അങ്ങനെയാ തോന്നിയത്. അക്ബറോട് ഒന്നും അല്ലാണ്ടായി. അനുമോളൊപ്പം സംസാരത്തിൽ പോലും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥ. അല്ലാന്നുണ്ടെങ്കിൽ അക്ബർ അങ്ങോട്ട് ശബ്ദം ഉണ്ടാക്കി എന്തൊക്കെയോ സംസാരിച്ച് അങ്ങ് വലിയ ആളാവാൻ ശ്രമിക്കുന്ന അക്ബർക്ക് അവിടെ എന്താണ് സംസാരിക്കേണ്ടതെന്ന് പോലും അറിയാത്തൊരവസ്ഥ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ കണ്ട സമയത്ത് എനിക്ക് എന്തൊക്കെയാണ് അനുമോൾ അവിടെ പറഞ്ഞതെന്നുള്ളത് ഞാൻ തന്നെ മറന്നുപോയി. അത്രയധികം കാര്യങ്ങൾ അനുമോൾ അവിടെ അക്ബറിന്റെ അടുത്ത് പറയുന്നുണ്ട്. അവിടെ അതൊക്കെ കേട്ടപ്പോൾ ഞാൻ പിന്നെ ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചു, ദൈവം ഇതൊക്കെ മറക്കാതിരിക്കട്ടെ എന്നുള്ളത്. കണ്ടന്റ് ഉണ്ടാക്കാനാണോ നീ ഇത് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടാണ് അക്ബർ ആദ്യം തുടങ്ങിയത്. അതേ, ഞാൻ കണ്ടന്റ് ഉണ്ടാക്കാൻ ചെയ്തു. ഞാനിവിടെ നല്ല പേയ്മെന്റ് വാങ്ങിയിട്ടാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. അതിനനുസരിച്ച് ഞാൻ പണിയെടുക്കണം. അതുകൊണ്ട് ഞാനിവിടെ കണ്ടന്റ് ഉണ്ടാക്കുന്നുണ്ട്. അല്ലാതെ നിന്നെ പോലെ മൂട്ടിൽ വേരും വരുത്തിയിട്ട് ഇവിടെ വന്ന് കുത്തിയിരിക്കലല്ല എന്റെ പണി എന്ന് പറയുന്നുണ്ട് അനുമോള്. അതിന് അനുമോള് പറയുന്നുണ്ട്, നിന്റെ മൂട്ടിൽ കുറച്ച് തീ പിടിയിട്ട് അടുപ്പിന്റെ മുകളിൽ പോയിരിക്കേ, നിന്റെ മൂട്ടിൽ കുറച്ച് തീ പിടിച്ചിട്ട് അങ്ങനെയെങ്കിലും നിന്ന് തുള്ളിച്ചാട്, അപ്പോഴെങ്കിലും കുറച്ച് ആ ഇരുത്തൊന്ന് മാറല്ലോ എന്ന് പറഞ്ഞ് അനുമോള് കളിയാക്കുന്നുണ്ട്. ഇത് കേട്ടിട്ട് നമ്മുടെ രേന ഫാത്തിമ ഇരുന്നിട്ട് നല്ല ചിരി, ആരും കാണാണ്ടിരിക്കാൻ വേണ്ടി പില്ലോ ഒക്കെ എടുത്ത് മുഖത്ത് വെച്ചിട്ട് അവിടെ രേന ഇരുന്ന് ചിരിക്കുന്നുണ്ട്. അല്ല, മിക്കപ്പോഴും അക്ബറിനെ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിപ്പ് തന്നെയാണ് അക്ബർ ചെയ്യുന്നത്. പക്ഷെ എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് ഉണ്ടാക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ കുത്തിത്തിരിപ്പും കാര്യങ്ങളൊക്കെയാണ് കണ്ടന്റ് ആയിട്ട് ഉണ്ടാക്കുന്നത്. അപ്പൊ അനുമോളോട് പറയുന്നുണ്ട്, നിന്നെ പോലെ കുത്തിത്തിരിപ്പ് മാത്രമല്ല കണ്ടന്റ്, വേറെയും കണ്ടന്റ് ഉണ്ടാക്കാം. എനിക്ക് കഴിവുള്ളതുകൊണ്ട് ഞാൻ കണ്ടന്റ് ഉണ്ടാക്കുന്നു. അതിന് നിനക്ക് അസൂയ തോന്നിയിട്ട് ഒരു കാര്യമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് നിന്നെ പോലെ പാട്ട് പാടൽ മാത്രമല്ല ഇവിടുത്തെ പണി എന്ന് പറഞ്ഞപ്പോഴാണ് നിനക്ക് പാടാൻ കഴിവുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് അക്ബറിന്റെ വരവ്. അപ്പോൾ അനുമോളോട് പറയുന്നുണ്ട്, പാടാൻ നിനക്ക് കഴിവുണ്ടെങ്കിൽ നീ പാടിക്കോ, പക്ഷേ അത് ഇവിടെയല്ല പാടേണ്ടത്, അത് ഏഷ്യനെറ്റിൽ തന്നെ വേറെ ഷോ ഉണ്ട്, ആ ഷോയിൽ പോയിട്ട് പാടി കഴിഞ്ഞാൽ അതായിരിക്കും നല്ലത് എന്ന് അനുമോള് പറയുന്നു. അതിലേക്ക് പൊക്കെ നീ അവിടെയാണ് പോയി പാടേണ്ടത്, അല്ലാണ്ട് ഇവിടെയല്ല എന്നാണ് അനുമോളോട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. പാട്ടുകാരുടെ മാനം കളയാനായിട്ട് അല്ലെങ്കിൽ പാട്ടുകാർക്ക് ശാപമായിട്ട് മാറിയ നീ എന്തിനാണ് അവിടെ വന്ന് നിൽക്കുന്നേ എന്നാണ് അനുമോള് ചോദിച്ച കാര്യം. സത്യം പറഞ്ഞാൽ അക്ബർ ചൂളിപ്പോയി. പക്ഷെ തോറ്റു കൊടുക്കാനായിട്ട് പറ്റത്തില്ലല്ലോ. അവിടെ അങ്ങനെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് നീ ഇവിടെ ക്യൂട്ട്നെസ് വാരി വിതറിയല്ലേ നിൽക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അനുമോൾ അതിലും കയറി പിടിച്ചു. നിനക്കുണ്ടോ ക്യൂട്ട്നെസ്? അപ്പൊ എനിക്ക് ക്യൂട്ട്നെസ് ഉണ്ടെങ്കിൽ അതെന്റെ കാര്യം, അതെന്റെ വലിയ കാര്യം. നിനക്കില്ലാത്തതിന് നിനക്ക് അസൂയ തോന്നിയിട്ട് കാര്യമില്ല. അവിടെയും അക്ബർ ചൂളിപ്പോയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുന്നതിന് മുഴുവൻ കൃത്യം ചുട്ട മറുപടി. ഇതുവരെ കരഞ്ഞു പിരിഞ്ഞിരുന്ന അനുമോളെയാണ് ഇവർ കണ്ടതെങ്കിൽ അനുമോളുടെ വായിന്ന് എന്താ പറയുക, ഉരുളക്കുപ്പേരി എന്ന് പറയില്ലേ, ഉരുളക്കുപ്പേരി പോലെ ഇങ്ങനെ ഡയലോഗുകൾ ഇങ്ങനെ വാരി വിതറിക്കൊണ്ടിരിക്കുകയാണ് അനുമോള്. അപ്പൊ പിടിച്ചു നിൽക്കാനായിട്ട് അക്ബർ അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട്. നിനക്ക് പാട്ട് പാടാനാണെങ്കിൽ ഏഷ്യനെറ്റിൽ മറ്റു ഷോയിലേക്ക് പോടാ, അല്ലാണ്ട് ഇവിടെ ഇരുന്നിട്ടല്ല നീ പാട്ട് പാടേണ്ടത്. പിന്നെ നിനക്ക് ജയിലിൽ പോകാനാണോ നീ ഇരുന്നിട്ട് ഇപ്പൊ ഇതൊക്കെ കാണിക്കുന്നേ? അടുത്ത ദിവസം ജയിൽ നോമിനേഷനല്ലേ, അപ്പൊ ജയിലിൽ പോകാനല്ലേ എന്ന് അനുമോളുടെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു. അനുമോൾ പറഞ്ഞു, ഞാൻ ജയിലിൽ കിടക്കാനാണെങ്കിൽ ഞാൻ തയ്യാറാണ്, അതെന്റേത്, ഞാൻ എത്ര തവണ വേണമെങ്കിൽ ജയിലിലേക്ക് എടുക്കും. ഇപ്പൊ അക്ബറിനെ ജയിലിൽ കിടക്കണമെങ്കിൽ അക്ബർ ജയിലിൽ പോട്ടെ. ഇനി അനുമോൾ അവർക്ക് ജയിലിൽ വിടാനായിട്ട് താല്പര്യം ഇല്ല എന്നാണെന്നുണ്ടെങ്കിൽ ഇവരെന്ത് ചെയ്യണം, അനുമോളെ ജയിലിലേക്ക് നോമിനേഷൻ ചെയ്യരുത്. അപ്പൊ പിന്നെ നിനക്ക് ജയിലിൽ പോകാനുള്ള ആഗ്രഹം കൊണ്ടല്ലേ നീ ഇത് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്
മണ്ടത്തരാണെന്നേ ഞാൻ പറയുള്ളൂ കേട്ടോ. കാരണം അനുമോളെ ജയിലിൽ വിടരുത് എന്നാണ് ഇവരെ തീരുമാനം എന്നുണ്ടെങ്കിൽ ഇവര് നോമിനേറ്റ് ചെയ്യാതിരുന്നാ പോരെ. പിന്നെ എന്തിനാണ് അനുമോളുടെ അടുത്ത് നിനക്ക് ജയിലിൽ പോകാനല്ലേ നീ ഇതൊക്കെ ചെയ്യുന്നത് ചോദിക്കുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പൊന്നും തോന്നിയില്ല. പിന്നെ നീ ഇരുന്നിരുന്നിരുന്ന് വേറുറച്ചു എന്ന് പറയുന്നുണ്ട് ആജ് അവിടെ ഇരുന്നിട്ട്. പോയി അടുപ്പിന്റെ മുകളിൽ ഇരുന്ന് ആ മൂട്ടിലൊന്ന് തീ കൊടുത്തു ഒന്ന് തുള്ളിച്ചാടറ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ സംസാരിച്ചോണ്ടിരുന്നത്. പിന്നെ സ്ക്രീൻ സ്പേസ്, നിനക്ക് സ്ക്രീൻ സ്പേസ് കിട്ടാനാണോ നീ ഇതൊക്കെ കാണിച്ചു കൂട്ടുന്നതെന്നുള്ള അക്ബറിന്റെ ചോദ്യത്തിന് പറയുന്നുണ്ട്. 11 വർഷമായിട്ട് ഞാൻ ഈ ഫീൽഡിൽ നിന്നിട്ട് എന്നെ ഒരുപാട് പേർക്ക് അറിയാം. ഇവിടെ വന്നിട്ട് എനിക്ക് പ്രത്യേകിച്ച് സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അതിന് നീ പറയണ്ട, ഞാനിവിടെ കണ്ടന്റ് ഉണ്ടാക്കാൻ ശ്രമിക്കും, അത് എന്റെ കഴിവാണ് എന്നാണ് അനുമോൾ പറഞ്ഞത്. അവിടെയും അക്ബർ പോയി. കാരണം എന്ത് പറഞ്ഞാലും അതിന് ചുട്ട മറുപടിയല്ലേ വരുന്നത്. അപ്പൊ എന്ത് പറയാനും ഒരു രക്ഷയില്ലാത്ത അവസ്ഥ അക്ബറിനെ സംബന്ധിച്ചിടത്തോളം. പിന്നെ നമ്മുടെ വലിഞ്ഞു കയറി വന്നതല്ലേ നീ ഇവിടെ എന്നൊക്കെ ചോദിച്ചതിന് ഓക്കെ അവിടെ ഓക്കേതിന് നല്ല ചുട്ട മറുപടി, ഞാനിവിടെ വലിഞ്ഞു കയറി വന്നതല്ലേ, എനിക്ക് അത്രയും പേയ്മെന്റ് കിട്ടുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഞാൻ എന്ത് കണ്ടന്റ് കൊടുക്കുന്നു എന്നുള്ളത് നീ പുറത്ത് പോയിട്ട് കാണടാ. പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും ഞാൻ കണ്ടന്റ് കൊടുത്തോ ഇല്ലേ എന്നുള്ളത് നീ പുറത്ത് പോയി കാണുക എന്ന് പറയുന്നുണ്ട്. അപ്പൊ അനുമോൾ അവിടെ കണ്ടന്റ് കൊടുക്കുന്ന അനുമോൾക്ക് തന്നെ അറിയാം, നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും ഒക്കെ വരുന്നുണ്ടെന്ന് അനുമോൾക്ക് തന്നെ അറിയാം. അതുകൊണ്ട് തന്നെയാണ് അനുമോൾ ആ ഒരു ഡയലോഗ് പറഞ്ഞത്. ചിലപ്പോൾ പോസിറ്റീവ് ആയിരിക്കാം, ചിലപ്പോൾ നെഗറ്റീവ് ആയിരിക്കാം. ഇപ്പൊ നമുക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്. അനുമോൾ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നുണ്ട്, ഒപ്പം തന്നെ അനുമോളെ കുറിച്ച് അത്രയും നെഗറ്റീവായിട്ട് പറയുന്ന ആൾക്കാരും ഉണ്ട്. അപ്പൊ അനുമോൾക്ക് പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ളത് കമന്റുകൾ വരുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ ഷുവർ ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ ആലാട്ട് വീക്കെൻഡ് എപ്പിസോഡിൽ വന്ന് സംസാരിക്കുമ്പോൾ അത് അനുമോൾക്ക് അറിയാലോ. പക്ഷെ ഇതൊക്കെ ഞാൻ അവിടെ അനുമോള് ഗംഭീര പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഭീര പെർഫോമൻസ്. അക്ബറിനെ അടിച്ചിരുത്തി അല്ലെങ്കിൽ അക്ബറെ കൊല്ലം വിളിച്ച് അങ്ങനെ തന്നെ പറയാം, അല്ലെങ്കിൽ വലിച്ചു കയറി ഒട്ടിച്ചു എന്നോ എന്ത് വേണമെങ്കിൽ പറയാം. അക്ബർ ഒന്നല്ലാതായി തീർന്ന ഒരു ദിവസമായിരുന്നു ഇന്ന്. ഇവിടെ അക്ബറിന്റെ റോള് തന്നെ ഇല്ലാണ്ടായി എന്ന് പോയി തന്നെ പറയാം. പിന്നെ ഞാനിവിടെ പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വഴക്കിടുന്ന സമയത്ത് ആ ഞരമ്പ് രോഗി ഉണ്ടല്ലോ, ആ ഞരമ്പ് രോഗി എന്ന് പറഞ്ഞത് ആരെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. നമ്മുടെ ആര്യൻ എന്ന ഞരമ്പ് രോഗി മസ്താനിയുടെ അടുത്ത് പറഞ്ഞു, ഞാൻ അവിടെ നിൽക്കുന്ന സമയത്ത് അനുവിന്റെ ബാക്കിൽ വന്ന് നിൽക്കുന്ന സമയത്ത് നീ എന്നെ തള്ളണം അനുവിന്റെ ദേഹത്തേക്ക് ഞാൻ വീഴാൻ വേണ്ടിയിട്ട്. ഈ മസ്താനി അവിടെ വന്നിട്ട് കുത്തിത്തിരിപ്പും കാര്യങ്ങളും മാത്രമാണ് മെയിനായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. പോരാഞ്ഞിട്ട് ഇപ്പൊ ആര്യന്റെ കൂടെ ചേർന്നിട്ട് അനുമോൾക്കെതിരെ അനുമോളുടെ ദേഹത്തേക്ക് വീഴാൻ വേണ്ടിയിട്ട് തള്ളിയിടുന്നു. അവിടെ മസ്താനി കൃത്യമായിട്ട് വന്ന് തള്ളുന്നു. ആര്യം വന്ന് അനുമോളുടെ ദേഹത്തേക്ക് വീഴാനായിട്ട് പോകുന്നു. എന്തോ അനുമോളുടെ ദേഹത്ത് തട്ടിയിട്ട് ആ വെള്ളം ആര്യന്റെ കയ്യിൽ വെള്ളമുണ്ട് അത് പോകുന്നു. ഒന്നും അറിയാത്ത പോലെ ആര്യൻ അപ്പുറത്തെ സൈഡിലേക്ക് വീഴുന്നു. എന്തൊക്കെ നാടകങ്ങളായിരുന്നു എന്നറിയും. ഇവൻ എന്തിന്റെ ക്രിമികടിയാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. പെണ്ണുങ്ങളുടെ മെക്കെട്ട് വീഴാനുള്ള ക്രിമികടിയാണോ? ഇവൻ ഏത് നേരം ഇങ്ങനെ ക്രിമി കടിച്ചുകൊണ്ട് നടക്കത്തുള്ളൂ. ഇതിനെ ഞരമ്പ് രോഗം എന്നേ ഞാൻ പറയുള്ളൂ. ഇനിയിപ്പോ ഇതൊക്കെ ചെയ്താലും പെണ്ണിന്റെ മേത്തേക്ക് ഒരു പെണ്ണിന് തള്ളിയിട്ടിട്ട് മറ്റൊരു പെണ്ണ് തള്ളിയിട്ട് വീഴ്ത്താനായിട്ട് നോക്കിയ സമയത്ത് അവിടെ ആർക്കത് ചോദിക്കാനില്ല, ആർക്കൊന്നും പറയാനും ഇല്ല. അല്ലാന്നുണ്ടെങ്കിൽ പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ട് ഘോര പ്രസംഗിക്കുന്ന കുറച്ച് പേരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. എന്നിട്ട് അവർക്കൊന്നും മിണ്ടാനില്ല. അക്ബർ അവളെ അനുമോളുടെ ദേഹത്തേക്ക് വന്ന് വീഴാൻ പോകുന്ന സമയത്ത് മസ്താനി എന്ത് പണിയാണ് ഈ ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒരു ചോദ്യം, അല്ലാതെ അതിൽ കൂടുതലൊന്നും അവിടെ സംഭവിച്ചില്ല. ഈ ആര്യനെ ഈ ഞരമ്പ് രോഗം ഒന്ന് തീർത്തു കൊടുക്കേണ്ട ആവശ്യമുണ്ട്. പക്ഷെ അത് തീർത്തു കൊടുക്കാനായിട്ട് നിലവിൽ അവിടെ ആരും ഇല്ല എന്നുള്ളതാണ്. അവിടെ അനുമോള് മാത്രമാണ് ആര്യന്റെ അടുത്തൊക്കെ എതിർത്ത് സംസാരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ആകെ സംസാരിച്ചത് ബിന്നിയും നെറനയും അവരുടെ കൂട്ടത്തിലുള്ളവർ തന്നെ കഴിഞ്ഞ ദിവസം ഒന്ന് എതിർത്ത് സംസാരിച്ചു എന്നല്ലാതെ അവിടെ അനുമോളല്ലാതെ അവരെ എതിർത്ത് സംസാരിക്കുന്നവരാരുമില്ല. കാരണം അവിടുത്തെ തമ്പുരാനും തമ്പുരാട്ടിയാണല്ലോ ജിസേലും ആര്യൻ എന്ന് പറയുന്നത്. അപ്പോഴാണ് ഞാൻ ഇന്ന് ഒരു കമന്റ് കണ്ടത് കേട്ടോ. അവിടെ ഇതിന്റെ സ്പോൺസർമാരിൽ ആരുടെയോ സ്പോൺസേഴ്സിന്റെ കെയർ ഓഫിലാണ് ഈ 2 മത്സരാർത്ഥികൾ അവിടേക്ക് വന്നിട്ടുള്ളതെന്ന്. അതായത് ആര്യനും ജിസേലും വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവരെ അവിടെ പിടിച്ചു നിർത്താൻ ഫിനാലെ വരെ കൊണ്ടുവന്ന് നിർത്താനായിട്ടുള്ള ശ്രമങ്ങളാണ് അവിടെ നടക്കുന്നത്. സ്പോൺസേഴ്സിന്റെ ഫേവറേറ്റ് ആണ് അവർ രണ്ടുപേരും. അതുകൊണ്ട് രണ്ടുപേരെയും പുറത്താക്കില്ല, അവരെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള എല്ലാ പണികളാണ് ബിഗ് ബോസ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കമന്റ് കണ്ടു. ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല. അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ കാണുന്ന സമയത്ത് അതിലൊരു സംശയം, ഇത് കമന്റ് വായിച്ചപ്പോൾ എനിക്കും തോന്നി ഇതാണോ സത്യം എന്ന് തോന്നിപ്പോയി. കാരണം ഇവരെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് എപ്പോഴും ശ്രമിക്കുന്നുണ്ട്. ജിസേലിനെയും ആരിനെയും മാക്സിമം പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ വീക്ക് വന്നിട്ട് ലാലേട്ടനാണെന്നുണ്ടെങ്കിലും ഇതുവരെയുള്ള ഓരോരോ സംഭവങ്ങൾ എടുത്തു നോക്കിയാലും ഇവരെ ചെറുതായിട്ടൊന്നും ഇങ്ങനെ തോണ്ടി ജസ്റ്റ് ഒന്ന് തലോടി വിടുക, അല്ലാന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്നും ഇങ്ങനെ വഴക്ക് പറഞ്ഞിട്ട് ഇങ്ങനെ തലോടി കൊടുക്കുക. ഈ പരിപാടിയാണ് സാധാരണ വീക്കെൻഡ് എപ്പിസോഡിൽ നടക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുന്ന സമയത്ത് എന്തോ ഒരു ഫേവറിസം അവിടെ നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇത് കാണുന്ന സമയത്ത് തോന്നുന്ന ഒരു കാര്യം കേട്ടോ. അപ്പൊ അത് സത്യമാണോ ഇല്ലയെന്ന് എനിക്ക് ഉറപ്പില്ല. പക്ഷെ എന്നിരുന്നാലും അവിടുത്തെ കാട്ടായങ്ങളൊക്കെ കാണുന്ന സമയത്ത് എനിക്ക് അങ്ങനെ തന്നെ തോന്നുന്നുണ്ട്.
ഇതിന്റെ ഈ ഞരമ്പ് രോഗം ഉണ്ടല്ലോ, പെണ്ണുങ്ങളെ കാണുമ്പോൾ, പ്രത്യേകിച്ച് അനുമോളെ കാണുമ്പോൾ, അനുമോളെ ദേഹത്തേക്ക് അവനെ കമിഴ്ന്നടിച്ച് വീഴണം എന്നാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ അവനങ്ങ് വീഴുന്ന ശരിക്കും ഒറിജിനലായിട്ട് അവൻ വീണ് കാണിക്കട്ടെ, എന്നിട്ട് അവിടെ അനുമോൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് കാണട്ടെ. അതിനുള്ള ധൈര്യം അവന് ഉണ്ടാവില്ല. അതുകൊണ്ടാണല്ലോ മറ്റൊരാളെ അടുത്ത് ഉന്താൻ പറഞ്ഞത്. അപ്പൊ അറിയാണ്ട് അവൾ തട്ടിയപ്പോൾ ഞാൻ വീണതാണ് എന്നിട്ട് അവളുടെ മേലേക്ക് കുറ്റിടാനായിട്ട്. അപ്പൊ സ്വയം ചെയ്യാനുള്ള ധൈര്യം ഇല്ല, അത് വേറെ കാര്യം. പക്ഷെ ഞരമ്പ് രോഗം ഇങ്ങനെ കൺട്രോൾ കിട്ടാണ്ട് നിൽക്കുന്നതുകൊണ്ടായിരിക്കണം അവിടെ തള്ളിയിടാനായിട്ട് മേത്തിക്ക് വീഴാനായിട്ടുള്ള ശ്രമം നടത്തിയത്. പക്ഷെ അത് പാളിപ്പോയി, മുഴുവനായിട്ട് വിജയിച്ചൊന്നുമില്ല. പിന്നെ അനുമോൾ അത് അത്ര സീരിയസ് ആയിട്ട് എടുത്തൂല. എന്ന് വെച്ചാൽ അക്ബറായിട്ടുള്ള ആ ഒരു കോൺവെർസേഷന്റെ ഇടയിലായിരുന്നത് കൊണ്ട് അനുമോൾ അത് സീരിയസ് ആയിട്ട് എടുത്തൂല. എന്തായാലും അനുമോളെ ചൊറിയാൻ വേണ്ടിയിട്ട് മാത്രം നടക്കുന്ന കുറച്ച് പേര് അവിടെ വിചാരിച്ചു അനുമോള് സൈലന്റ് ആയി, ഇനി അനുമോൾ ഒന്നിലേക്കും വരില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് നമ്മൾ പറയില്ലേ പുലി ഒതുങ്ങുന്നത്, പതിങ്ങിയിരിക്കുന്നത് വെറുതെ അല്ല എന്ന് പറയില്ലേ, അതുപോലെ ആ ഒരു അവസ്ഥയായിരുന്നു ഇന്നിപ്പോ കണ്ടത്. അനുമോൾ അങ്ങ് കുതിച്ചു കയറി ഒരു ഒറ്റ സീൻ കൊണ്ട്, അക്ബറുമായിട്ടുള്ള ഈ ഒരു ഒറ്റ വഴക്ക് കൊണ്ട് അനുമോൾ കുതിച്ചു കയറി എന്നാണ് എനിക്ക് തോന്നിയത്. ഇവിടെ അനുമോൾ ഇത്രയും നന്നായിട്ട് സംസാരിക്കുന്നുള്ളത് ഒരുപാട് പേർക്ക് തോന്നിയിട്ടില്ല. അനുമോൾ ഏത് നേരം കുണുവാവിയായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറേ പേർക്കുള്ള ഒരു തിരിച്ചടിയായിരുന്നു അനുമോളുടെ ഇന്നത്തെ സംസാരം എന്ന് പറയുന്നത്. അനുമോൾ അവിടെ കണ്ടന്റിന് വേണ്ടിയിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇപ്പൊ അനുമോളുടെ ഒറിജിനൽ ക്യാരക്ടർ ഇതാണെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. കാരണം ഇവര് ഒറിജിനൽ ക്യാരക്ടർ മാത്രം എടുത്ത് ഇവിടെ നിൽക്കാനല്ലല്ലോ ഇവർ വന്നത്. ഇവർ എന്തായാലും ഗെയിം കളിക്കാനാണ് വന്നത്. ഗെയിമിന്റെ ഭാഗമായിട്ട് അവർക്ക് അവിടെ ഗെയിം കളിക്കേണ്ടി വരും, കണ്ടന്റിന് വേണ്ടി പലതും ചെയ്യേണ്ടി വരും. അങ്ങനെ അതിന് കുറെ കാര്യങ്ങൾ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അതവിടെ കണ്ടന്റിന് വേണ്ടി ചെയ്യുന്നതാണ്. അപ്പൊ അത് ചെയ്യുന്നത് അതൊരു ഗെയിമിന്റെ ഭാഗമായിട്ട് എനിക്കത് കാണാനായിട്ട് സാധിക്കുള്ളൂ. അവിടെ പലരും അത് ചെയ്യുന്നുണ്ടല്ലോ, എല്ലാവരും ചെയ്യുന്നുണ്ട്. അക്കൂട്ടത്തിൽ അനു ചെയ്യുന്നു. അനു ചെയ്ത് കഴിഞ്ഞാൽ അത് വലിയൊരു പ്രശ്നമാവുന്നത് എന്തുകൊണ്ടാണെന്ന് നിലവിൽ സാഹചര്യത്തിൽ എനിക്ക് മനസ്സിലായിട്ടില്ല. ഇനിയിപ്പോ ബിഗ് ബോസ് ടീമിനും ഏഷ്യനെറ്റിനും വേറെ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ, അതെന്താണ് അവരുടെ പ്ലാൻ എന്നും നിലവിൽ ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇപ്പോൾ അനുമോൾ ഒരു കണ്ടന്റ് കൊടുത്തു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം TRP റേറ്റ് കുത്തനെ കൂടും. ഇപ്പോൾ 2-3 ദിവസമായി അനുമോൾ അവിടെ സൈലന്റ് ആയപ്പോൾ ഒരു കണ്ടന്റും ഇല്ലാതെ ഉറങ്ങി കിടക്കുന്ന വീടാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇന്നാണ് പിന്നെ ഒന്ന് ഉണർന്ന വീട് കാണാനായിട്ട് സാധിച്ചത്. ഇന്ന് അനുമോള് ആ ഒരു കണ്ടന്റ് തന്നതിൽ പിന്നെ അല്ലറ ചില്ലറ കണ്ടന്റുകൾ അവിടെ ഉണ്ടെങ്കിൽ പോലും ഒരിക്കലും TRP റേറ്റിംഗ് കൂട്ടുന്ന തരത്തിലുള്ള ഒരു കണ്ടന്റ് കുറച്ച് ദിവസമായിട്ട് അവിടെ എന്തായാലും ഉണ്ടായിരുന്നില്ല എന്ന് ഞാൻ പറയുള്ളൂ. സത്യം പറഞ്ഞാൽ ലൈവ് കാണുന്ന സമയത്ത് 6 ബോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ബോറായിരുന്നു. ഇന്നിപ്പോ അക്ബറിനെ അവിടെ കൊല്ല വിളിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങനെ പറയുള്ളൂ. അവിടെ ആര് കൊന്നു ചോദിച്ചു കഴിഞ്ഞാൽ അനുമോള് കൊന്നു എന്ന് പറയേണ്ടി വരും അക്ബറിനെ സംബന്ധിച്ചിടത്തോളം. അവിടെ പാട്ട് പാടാനുള്ള കഴിവും വെച്ചോണ്ട് അവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല. അക്ബറെ കുറെ നാക്കിനെ നീട്ടുണ്ട്, കുറെ ശബ്ദമൊക്കെ ഉണ്ട്, ഉള്ളതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ഇവിടെ ഇപ്പൊ വാക്കുകൾ പറയുമ്പോൾ അതിനൊപ്പത്തിനൊപ്പം മറുപടി പറയാനായിട്ട് കഴിയുന്ന ഒരാളുടെ അടുത്താണ് ഇന്ന് അക്ബർ മുട്ടി നോക്കിയത്. അവിടെ തോറ്റുപോയി. അതാണ്